നമ്മളെങ്ങടാ പോണ്? നമ്മള് അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ ഓഫീസിൽ പോയി കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറയട്ടെ നമ്മളെങ്ങനെ പോണു. പിന്നെ നമ്മളെ ഈ ഏരിയയിൽ വെച്ചിട്ട് ഇതിനെ എങ്ങനെ പറയാന്നറിയില്ല, ഏരിയയിലെ ഏറ്റവും ലാസ്റ്റ് പൂരമാണ് പോത്തേക്ക പൂരം. അപ്പൊ ആ പൂരത്തിന്റെ അവിടേക്ക് ഒന്ന് പോയോ? പൂരവിശേഷങ്ങളുമായി ഞങ്ങൾ എത്തുന്നു. അതെ, അപ്പൊ ഒന്ന് പോയോക്കാം. പോണോടത്തെ വിശേഷങ്ങളും പോയിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ വഴിയേ. എന്താ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അപ്പൊ രാവിലെ തന്നെ പോയി നോക്കാം. നമ്മള് പോയി നോക്കാം. അതന്നെ അവിവാൻ പറയണ പോലെ തന്നെ. അപ്പോ ഇങ്ങനെയുള്ള വിശേഷങ്ങൾ ഇങ്ങനെ കാണാം. പോട്ടെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടു. ചേച്ചിയെ എന്തെങ്കിലും അഭിപ്രായം? അടിപൊളി പൂരാണ്. പണ്ടത്തെ ഈ വീട്ടിലെ പശു ആട് അങ്ങനെയൊക്കെ വളർത്തുന്ന ആൾക്കാരില്ലേ, ഇവിടെ വന്നിട്ട് ഇത് പോത്തൊഴുകി പോയ കടവ് എന്നൊക്കെയാണ് പറയുക ഇവിടെ. അപ്പോൾ രാവിലെ വന്നിട്ട് ഇവിടുത്തെ പുഴയത്തെ വെള്ളം എടുത്തിട്ട് ഇവിടെ പായസം വയ്ക്കും, പിന്നെ അതേപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കും. എന്നിട്ട് ഇവിടെ നേരി വീട്ടിലൊക്കെ ഇങ്ങനെ പശുപാടൊക്കെ ഉള്ളവർ ഇവിടെ വന്നിട്ട്, ഞാനൊക്കെ ചെറുപ്പത്തിൽ അമ്മയുടെയും അമ്മമ്മയുടെയൊക്കെ കൂടെ വന്ന ഒരു നൊസ്റ്റാൾജിക് മൊമെന്റ് അതെനിക്ക്. അതേപോലെ കോഴീനെ ഇവിടെ കൊടുത്തിട്ട് ഇതാക്കും. അങ്ങനെ കുറേ ആചാരങ്ങളുണ്ട് ഇവിടെ. നോക്കാം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഗിരിജയ്ക്കും കുടുംബത്തിനും സർവ്വവിധ ഐശ്വര്യങ്ങളും. അതേപോലെ കല്ലിയൊക്കെ എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ ഉണ്ടിച്ചാൽ ഇവിടെ ഇത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വഴിപാട് ഇതാക്കും. അതേപോലെ അതാണ്ട് അവിടെ പായസം വെച്ചിട്ടുണ്ടോ പാർപ്പുറത്ത്, അത് അവിടെ വെച്ചിട്ട് അവിടെ തന്നെ ഇവിടുത്തെ ദേവിക്ക് വേണ്ടിയിട്ട് നേദിക്കും. കണ്ടോ അവിടെയൊക്കെ ആൾക്കാർ കണ്ടോ ചെയ്തിട്ടുണ്ട്. അതേപോലെ അങ്ങനെ ഓരോ പാറപ്പുറത്ത് പോയിട്ടാണ് ഇതൊക്കെ ചെയ്യുക. നല്ല ആംബിയൻസ് ഉണ്ട് അല്ലേ? അടിപൊളി സ്ഥലം. ഇതേപോലെ ഒരു സ്ഥലം മണ്ണാർക്കാട് എവിടെയെങ്കിലും കാണിച്ചു തന്നോ? മണ്ണാർക്കാട് എവിടെയില്ല, എവിടെയില്ല. ഈ പച്ചപ്പും ഒരു പ്രകൃതിയുടെ ഒരു പ്രകൃതി രമണീയ മഴയുടെ പെയ്ത വൈബ്. മറ്റേ ഇതുപോലെ കറികൾ നോക്കേ, എത്ര കറികൾ. 1, 2, 3, 4, 5, 6, 7, 8, 9 പപ്പടമൊക്കെ 10. രക്ഷയില്ല കേട്ടോ. ആ മീൻ തോൽക്കട്ടെ. മീന്